ഹായ് ഗൈസ്, വെൽക്കം ടു ഋത്നി വേൾഡ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, പാൻ കേക്ക്സ്. അപ്പോൾ പാൻ കേക്ക്സ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും ചേർത്ത് അരിച്ചെടുക്കാം. ശ്രദ്ധിക്കണം, ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡ അല്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. മധുരത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 മുട്ട ചേർത്തിട്ടുണ്ട്. കൂടെ കുറച്ച് വാനില എസൻസ് ആണ് ഈ ചേർത്തേക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുത്തത്. പക്ഷേ അത് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഫോർക്ക് യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കിയെടുത്ത ബട്ടറാണ് ചേർക്കുന്നത്. ഇത് ചൂട് പോയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിക്കാവൂ കേട്ടോ. ഇനി ഒരു ദോശക്കല്ലിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഒരു വ്യത്യാസമേ ഉള്ളൂ, ദോശ പരത്തുന്നത് പോലെ ഇത് പരത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ കട്ടിക്ക് ഒഴിച്ചാൽ മതി. ഇതുപോലെ ബബിൾസ് വന്ന് പൊട്ടാറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണമെങ്കിൽ ബ്ലൂബെറി പാൻ കേക്ക് നോക്കാം. ഇതുപോലെ ബ്ലൂബെറീസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ അല്ലേ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ മേപ്പിൾ സിറപ്പോ തേനോ ഒഴിച്ച് നമുക്കിത് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബ്ലൂബെറി പാൻ കേക്ക്. ഇത് ആക്ച്വലി വേറെ മേപ്പിൾ സിറപ്പിൻ്റെയോ തേനിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാനേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഹെൽത്തി ആണെന്ന് ഞാൻ പറയത്തില്ല, കാര്യം മൈദയൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. പക്ഷേ വല്ലപ്പോഴും ഒരിക്കലൊക്കെ നമുക്ക് ഒരു ചീറ്റ് ഡേ പോലെ ഇത് ഒരു ലേസി മോർണിംഗിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കി നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം.